ആമോസിന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന 2-ാം അധ്യായം 1 മുതൽ 16 വരെയുള്ള തിരുവചനങ്ങൾ. മോവാബിനെതിരെ കർത്താവ് അരുളി ചെയ്യുന്നു, മോവാബ് ആവർത്തിച്ചു ചെയ്ത അതിക്രമങ്ങൾക്കുള്ള ശിക്ഷ ഞാൻ പിൻവലിക്കുകയില്ല. കാരണം അവൻ ഏദോം രാജാവിന്റെ അസ്ഥികൾ കത്തിച്ച് ചാമ്പലാക്കി. മോവാബിന്റെ മേൽ ഞാൻ അഗ്നി അയക്കും. കൊറിയോത്തിന്റെ ശക്തി ദുർഗങ്ങളെ അത് വിഴുങ്ങും. ആർപ്പ് വിളികളുടെയും അട്ടഹാസങ്ങളുടെയും കാഹളധ്വനികളുടെയും ഇടയിൽ മോവാബ് നശിച്ചു പോകും. അവരുടെ ഇടയിൽ നിന്ന് രാജാവിനെ ഞാൻ വിച്ഛേദിച്ചു കളയും. അവനോടൊപ്പം അവന്റെ പ്രഭുക്കന്മാരെയും ഞാൻ വിധിക്കും. കർത്താവാണ് അരുളി ചെയ്യുന്നത്. യൂദായ്ക്ക് ശിക്ഷ. കർത്താവ് അരുളി ചെയ്യുന്നു, യൂദ ആവർത്തിച്ചു ചെയ്ത അതിക്രമങ്ങൾക്കുള്ള ശിക്ഷ ഞാൻ പിൻവലിക്കുകയില്ല. അവർ കർത്താവിന്റെ നിയമത്തെ പരിത്യജിച്ചു, അവിടുത്തെ കൽപ്പനകൾ അനുസരിച്ചില്ല. അവരുടെ പൂർവികന്മാർ പിൻചെന്ന വ്യാജദേവന്മാർ അവരെ വഴിതെറ്റിച്ചു. യൂദായ്ക്ക് മേൽ ഞാൻ ശക്തി അയക്കും. ജെറുസലേമിന്റെ ശക്തി ദുർഗങ്ങളെ അത് വിഴുങ്ങും. ഇസ്രായേലിനെ വിധിക്കുന്നു. കർത്താവ് അരുളി ചെയ്യുന്നു, ഇസ്രായേൽ ആവർത്തിച്ചു ചെയ്ത അതിക്രമങ്ങൾക്കുള്ള ശിക്ഷ ഞാൻ പിൻവലിക്കുകയില്ല. അവർ നീതിമാന്മാരെ വെള്ളിക്ക് വിൽക്കുന്നു, ഒരു ജോഡി ചെരുപ്പിന് സാധുക്കളെയും. പാവപ്പെട്ടവരുടെ തല അവർക്ക് പൂഴിയിൽ ചവിട്ടി മെതിക്കുന്നു. ദരിദ്രരെ വഴിയിൽ നിന്ന് തള്ളി മാറ്റുന്നു. അപ്പനും മകനും ഒരേ യുവതിയെ പ്രാപിക്കുന്നു. അങ്ങനെ അവർ എന്റെ വിശുദ്ധ നാമത്തിന് കളങ്കം വരുത്തിയിരിക്കുന്നു. പണയം കിട്ടിയ വസ്ത്രം വിരിച്ച് ഓരോ ബലിപീഠത്തിനും അരികിൽ അവർ ശയിക്കുന്നു. പിഴയായി ഈടാക്കിയ മദ്യം അവർ തങ്ങളുടെ ദേവന്റെ ആലയത്തിൽ വെച്ച് പാനം ചെയ്യുന്നു. ദേവദാരു പോലെ ഉയരവും കരുവേലകം പോലെ കരുത്തും ഉണ്ടായിരുന്ന അമോര്യരെ ഞാൻ അവരുടെ മുൻപിൽ വെച്ച് തകർത്തു. മുകളിൽ അവരുടെ ഫലവും താഴെ അവരുടെ വേരുകളും ഞാൻ നശിപ്പിച്ചു. ഈജിപ്ത് ദേശത്ത് നിന്ന് നിങ്ങളെ മോചിപ്പിച്ച് മരുഭൂമിയിലൂടെ 40 വർഷം നയിച്ച് അമോര്യരുടെയും ഭൂമി ഞാൻ നിങ്ങൾക്ക് സ്വന്തമായി നൽകി. നിങ്ങളുടെ മക്കളിൽ ചിലരെ പ്രവാചകന്മാരായും നിങ്ങളുടെ യുവാക്കന്മാരിൽ ചിലരെ നാസിർ വ്രതക്കാരായും ഞാൻ ഉയർത്തി. ഇസ്രായേൽ ജനമേ, ഇത് വാസ്തവമല്ലേ? കർത്താവാണ് അരുളി ചെയ്യുന്നത്. എന്നാൽ നാസിർ വ്രതക്കാരെ നിങ്ങൾ വീഞ്ഞു കുടിപ്പിച്ചു, പ്രവാചകന്മാരോട് പ്രവചിക്കരുതെന്ന് കൽപ്പിച്ചു. കറ്റകൾ നിറഞ്ഞ വണ്ടി കീഴോട്ടമരുന്നതുപോലെ ഞാൻ നിങ്ങളെ മണ്ണിനോട് ചേർത്ത് ഞെരിക്കും. ഓടുന്നവനെ അവന്റെ ശീഘ്രത രക്ഷിക്കുകയില്ല. ശക്തന്മാരുടെ ശക്തി നിലനിൽക്കുകയില്ല. കരുത്തന് ജീവൻ രക്ഷിക്കാനാവില്ല. വില്ലാളികൾ ചെറുത്തു നിൽക്കുകയില്ല. ശീഘ്രഗ്രാമികൾ ഓടി രക്ഷപ്പെടുകയില്ല. ആശ്വാരൂഢന് ജീവൻ രക്ഷിക്കാനാവില്ല. കരുത്തരിൽ ചങ്കൂറ്റമുള്ളവർ പോലും അന്ന് നഗ്നരായി പലായനം ചെയ്യും. കർത്താവാണ് അരുളി ചെയ്യുന്നത്.